ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുകയാണ്. ഈ പറയുന്ന തേനിൽ വിഷം കലർത്തിയതിനെ തുടർന്ന് വേലുവിനെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ വേലുവിനെ കാണാൻ വന്ന കിരണിനോട് വേലു എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഊരിലുണ്ട് എന്നും അവൻ ഇങ്ങനെ ഒരാളാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൻ തുറന്നു പറയുകയാണ്. പോലീസ് ചോദിക്കുന്നുണ്ട്, ഇത്രയും അടി നിനക്ക് കിട്ടിയിട്ട് നീ എന്താടാ ഞങ്ങളോട് സത്യം തുറന്നു പറയാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് പോലീസും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ പറയാണ്, സാറേ എനിക്ക് ഊരുവിലക്കുണ്ടാവും, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, നീ പറയുന്നത് സത്യം തന്നെയാണോ? അപ്പൊ അതേ സാറേ, എന്റെ മുറപ്പെണ്ണ് അവള് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല, അവൾക്കിപ്പോ അവനോടാണ് സ്നേഹം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ പറയുന്ന വേലുവിനെ സെല്ലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ ഗംഗപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇവൻ തന്നെയാണോ എന്ന് നീ നോക്കി സത്യം പറയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോ നോക്കാനൊന്നുമില്ല സാർ, ഇവൻ തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പോലീസിനൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, ഇത്രയും ദിവസം മറച്ചു വെച്ചതിനെ തുടർന്നിട്ട്. അങ്ങനെ കിരൺ പറയുകയാണ്, ഞങ്ങളോട് നീ സത്യങ്ങൾ തുറന്ന് പറയാത്തതിനുള്ള തിരിച്ചടി എന്തായാലും നിനക്ക് കിട്ടും. നീ പറഞ്ഞല്ലോ നിന്റെ മുറപ്പെണ്ണുമായിട്ട് അവനിപ്പോ നിന്നോട് അടുപ്പമില്ല, അവൾക്കിപ്പോ അവനുമായിട്ടാണ് സ്നേഹത്തിലെന്ന്. എന്തായാലും അവള് കരയാനുള്ള ഇട നിനക്ക് എന്തായാലും ഉണ്ടാകും, അത് ഉറപ്പാണ്. അവൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിച്ചിട്ട് അവൻ എന്തായാലും അവിടെ നിന്ന് പോകുള്ളൂ, അവൻ അങ്ങനത്തെ ഒരാളാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വേലു ഒന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും വേലുവിന് കാര്യം മനസ്സിലായി. അതിനുശേഷം ഈ പറയുന്ന എല്ലാവരും ചേർന്നിട്ട് അപ്പൊ അവനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വേലു പറയാണ്, ഇവൻ കൊള്ളരുതാത്തവനാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ അവരോടൊക്കെ പറഞ്ഞതാണെന്ന് അറിയാം, പക്ഷെ അവര് സമ്മതിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും കിരണും ബൈജുവും അതുപോലെ നമ്മുടെ രതീഷൊക്കെ കൂടിയിട്ട് കാടിനുള്ളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ പോലീസുകാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് കാടിനുള്ളിലോട്ട് പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ ഈ മൂപ്പനും ഈ സത്യങ്ങൾ അറിയുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ കണ്ടിട്ട് വേലുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ഈ ഗംഗയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്ന് അവരും ചോദിക്കും. അപ്പോഴായിരിക്കും മൂപ്പനും സത്യങ്ങളൊക്കെ അറിയുന്നത്. മൂപ്പൻ ഇത്രയും നാളും പാല് കൊടുത്ത് വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയാണ് എന്ന സത്യം അവൻ തിരിച്ചറിയുകയാണ്. എന്തായാലും ഫോറസ്റ്റുകാരോട് സത്യങ്ങളൊന്നും ആ സമയം മൂപ്പൻ പറയുന്നില്ല. മൂപ്പനൊന്നും അറിയിക്കാതെ അവിടെ നിന്നും തിരിച്ച് പോരുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം, കാടിനുള്ളിൽ അവരുടെ വീട്ടിലെത്തിയതിനു ശേഷം അവന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, എവിടെ അവൻ വേലു പറഞ്ഞ പോലെ ഒരാൾ തന്നെയാണ്, അവൻ ദുഷ്ടനാണ്, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ നമ്മളെ ഈ വീട്ടില് താമസിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോ മൂപ്പത്തിയും പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ പലപ്പോഴും അവനെ പറ്റി സംശയം പറഞ്ഞപ്പോ നിങ്ങളല്ലേ വിശ്വസിപ്പിച്ച് എന്നൊക്കെ പിടിച്ചു നിർത്തിയത്. അപ്പൊ പറയുന്നുണ്ട് അവൻ വിശ്വസിപ്പിക്കാൻ മിടുക്കനാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പറ്റിയ തെറ്റുകൾ. ഈ വേലുവിനെയും നമ്മൾ വിശ്വസിച്ചില്ല, അതുപോലെ തന്നെ അവന്റെ വാക്കുകൾ വിഷം പുരട്ടിയ അവന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ മൂപ്പത്തി പറയാണ്, അത് അമലുവുമായിട്ട് അവൻ പുറത്തു പോയിരിക്കുകയാണ്, അമലു അവനെ കൊണ്ടുപോയിരിക്കുകയാണ്. അമലുവിന്റെ ഇന്നത്തോടുള്ള നടത്തം ഞാൻ നിർത്തും, അവൻ എന്റെ മകളെയും വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് വേലുവിന് പലപ്പോഴും പല സംശയങ്ങളും തോന്നിയിട്ട് നമ്മളോട് പറഞ്ഞത്. വേലുവിനോട് ഇപ്പൊ അവൾക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്ടമില്ല, അവളുടെ മനസ്സ് അവൻ കീഴടക്കി എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ചതി തന്നെയായിരിക്കും വള്ളി പറ്റാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മൂപ്പൻ. എന്തായാലും ഈ ഗംഗയും അതുപോലെ തന്നെ അമലവും കൂടിയിട്ട് കാടിനുള്ളിൽ അവരുടെ സ്വകാര്യതയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഗംഗയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് അമലു. അങ്ങനെ അമലു ഗംഗയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരാളെ എനിക്ക് തന്നത് മലദേവത തന്നെയാണ്, മലദേവതയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയെ ഒരുപാട് സുഖിപ്പിക്കുന്നുണ്ട് നമ്മുടെ അമലു. എന്തായാലും അമലു പറയുന്നുണ്ട്, ഇനിയിപ്പോ അധികം വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് ഈ കാട്ടിൽ നിന്ന് പോകാം വിനായകേട്ട, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. എന്തായാലും ഇനിയിപ്പോ പോലീസ് അന്വേഷണം കൂട്ടവും കാര്യങ്ങളൊക്കെ ഇനി കാട്ടിലോട്ട് കൂടുതൽ ഉണ്ടാകും, അത് നമ്മൾക്ക് ദോഷം ചെയ്യും, നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പോകാം എന്നൊക്കെ ഗംഗയും അങ്ങനെ അവൾക്ക് ആശ്വാസ വാക്കുകളൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് മൂപ്പൻ അവിടേക്ക് ഓടിയെത്തുന്നത്. മൂപ്പം എടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്.
അങ്ങനെ മൂപ്പനെ കാണുമ്പോൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട് ഈ പറയുന്ന അമലു. ഗംഗയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേൽക്കാണ്. ഗംഗയും എഴുന്നേറ്റ് നിൽക്കുകയാണ് മൂപ്പനെ കാണുമ്പോൾ. എന്നിട്ട് എന്താടി നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്, ഇതാണോടി നിന്റെ ചികിത്സ എന്ന് ചോദിച്ചിട്ട് അമലുവിന്റെ കരണം നോക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് അമലുവിനോട് പറയുകയാണ്, നീ ഇത്രയും നിന്നെ പറ്റി പലപ്പോഴും വേലു പല കാര്യങ്ങളും അവൻ പല കാഴ്ചകളും കണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിന്നെ വിശ്വസിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ അവനോട് ഞാൻ മത്സരിച്ച് നിന്നത്. നീ എന്തൊക്കെയാണ് ഈ കാട്ടിൽ വന്നിട്ട് ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വിനായകേട്ടൻ പാവാണ് അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനോ പാവം എന്നും പറഞ്ഞിട്ട് മൂപ്പൻ അവന്റെ നേരെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാടാ നീ, നിന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാടാ വന്നിട്ടുള്ളത് ഏട്ടാ എന്നും പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ ഇതാക്കാണ്, അവന്റെ ഇങ്ങനെ കഴുത്തിനിങ്ങനെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂപ്പൻ പറയാണ്, നിനക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയാടാ, സംസാരിക്കടാ നീ എന്ന് പറയുമ്പോൾ അവന്റെ ആ ഷർട്ടിന് പിടിച്ചിട്ടുള്ള ആ കൈ ഗംഗ തട്ടി മാറ്റുകയാണ്. മൂപ്പന്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, എന്താടാ കിളവാ നിനക്ക് അറിയേണ്ടത്, അതേ നീ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാടാ എന്നിങ്ങനെ അവൻ ഗംഗ ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും മൂപ്പനും അതുപോലെ തന്നെ അമലുവാണ് ആദ്യം കൂടുതൽ ഞെട്ടി നിൽക്കുന്നത്. അമലൊക്കെ കണ്ണു തുറിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എടി ഇവനെ പറ്റി പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്, ഇവൻ നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നതൊക്കെ തെറ്റായ ധാരണയാണ്, ഇവനൊരു കൊലപാതകിയാണ്, ഇവൻ പോലീസും എല്ലാവരും തേടി നടക്കുന്ന ഒരാളാണ്, അയാൾക്കാണ് നമ്മൾ ഇത്രയും നാളിവിടെ അഭയം കൊടുത്തത്. പിന്നെ ആ വേലു കഷ്ടപ്പെട്ട് ഏർപ്പാടാക്കിയ ആ തേനിൽ വിഷം പുരട്ടിയതും ഇവന്റെ കൈകളാണടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അമലുവിന്റെ കണ്ണ് ആകെ ചുവന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിനായകൻ, അതായത് ഗംഗയെ തല്ലാൻ മൂപ്പൻ ഇങ്ങനെ ഓടിച്ചിടുന്നുണ്ട്. അപ്പൊ മൂപ്പന്റെ പുറകെ മൂപ്പൻ അങ്ങനെ കുറേ നേരം ഓടിപ്പിക്കുകയാണ്. അപ്പോൾ ഗംഗയാണെങ്കിൽ നല്ല ഓട്ടോടാണ്. അതിന് ശേഷമാണെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് മൂപ്പനെ തല്ലുകയാണ്. അതുപോലെ തന്നെ മൂപ്പനെ തല്ലിയിട്ട് അവിടെ ഇരുന്നിട്ട് വലിയൊരു കമ്പെടുത്ത് മൂപ്പന്റെ വയറ്റിൽ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ട് അത് ആകെ മൂപ്പന് വല്ലാതെ വേദന അവിടെ ഇങ്ങനെ പിടയുകയും അതുപോലെ തന്നെ ആ കാഴ്ച കണ്ട് അമലുവിന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പാ എന്നും പറഞ്ഞ് ഓടി വരികയാണ് അമലു. അങ്ങനെ അവിടെ നിന്നും അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഈ കിരണും അതുപോലെ ബൈജുവും രതീഷും കൂടി അവിടേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അവരങ്ങനെ വരുന്നത് കാണുമ്പോൾ പെട്ടെന്നാണ് ഈ ഗംഗപ്രസാദ് കാലിടറി അവിടെ വീഴുന്നത് കാണുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ അമലു തന്നെയാണ്. അമലു ഒരു വലിയ കമ്പെടുത്തിട്ട് അവൻ ഓടി അവന്റെ കാലിന് എറിയുകയാണ്. ആ എറിയലിൽ അവന് നേരെ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ചെയ്യാൻ അവളുടെ ജീവിതം തകർത്ത ഗംഗയെ ഇല്ലാതാക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നുണ്ട്. അവൾക്ക് എത്ര അകലെ നിന്നിട്ടായാലും അമ്പെയ്യാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട്. അത് ഗംഗയെയും പഠിപ്പിച്ചിട്ടുണ്ട് അവള്. അങ്ങനെ അവനെ അമ്പെയ്ത് വീഴ്ത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും കിരൺ അവിടേക്കൊക്കെ എത്തുകയാണ്. കിരണിനോടൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വേലുവിനോടൊക്കെ മാപ്പ് പറയുകയാണ് അമലു. എന്തായാലും തക്ക ശിക്ഷ തന്നെയാണ് ഗംഗപ്രസാദിന് കിട്ടാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും തൻ്റെ വയറ്റിലൊരു ഈ ദുഷ്ടന്റെ കുഞ്ഞ് വളരുന്ന കാര്യം അവരെല്ലാവരും അറിയുന്നത്. അപ്പോൾ അവരെല്ലാവർക്കും അതൊരു വലിയൊരു തിരിച്ചടിയാവുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അപ്പം ഞാൻ ഈ ഊരിൽ നിന്ന് ഞാൻ പൊക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഊരിൽ ഞാനിനി വേണ്ട, ഇങ്ങനെ ഒരു അപ്പനത് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമല് സ്വയം ആ കാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ വേലു പറയാണ്, വേണ്ട, ഇവളെവിടേക്കും പോകണ്ട, എന്തായാലും ഇവളെ എനിക്ക് വേണം മാമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേലു അമലുവിനെ പിടിച്ചു നിർത്തുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.